പുതിയ ഒരു പ്രഭാതത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകരുണയ്ക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കുവാൻ ദൈവം അനുവദിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തനിമയിലേക്ക് എന്ന യൂട്യൂബ് ചാനൽ വഴിയായി നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കട്ടെ. 80-ാം സങ്കീർത്തനത്തിൽ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് 3 പ്രാവശ്യം പറയുന്ന ഒരു വാക്യമുണ്ട്. 3-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും ഒരേ കാര്യം തന്നെ ഒരു ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. 2 കാര്യമാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. രണ്ടാമത് പറയുന്നത് തിരുമുഖം പ്രകാശിപ്പിക്കണം. എന്തിന്? ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന്. നിൻ്റെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കണം. ദൈവമുഖപ്രകാശത്തിൽ നടക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തിൽ നിന്നും അകന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാനല്ല, ദൈവത്തിൻ്റെ വഴികൾ അറിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവമുഖം പ്രകാശിക്കുന്നത് കണ്ട് ജീവിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തെ അനുദിനം ഭാഗ്യത്തിൽ നിന്ന് ഭാഗ്യത്തിലേക്ക് നമ്മളെ നടത്തും. ഈ ഭാഗ്യം നമുക്കുണ്ടെങ്കിൽ എന്ത് അനർത്ഥം വന്നാലും എന്ത് കഷ്ടം വന്നാലും അതിനെയൊക്കെയും ദൈവകൃപയാൽ തരണം ചെയ്യുവാനുള്ള എല്ലാ സ്വർഗത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. ദൈവമുഖപ്രകാശം അത് നമ്മുടെ മേൽ ഉദിപ്പിക്കണമേ, അത് നമ്മുടെ മേൽ പകരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഞങ്ങളായിരിക്കേണ്ട അവസ്ഥയിൽ നിന്നും, ആയിരിക്കേണ്ട ഇടത്തിൽ നിന്നും, ആയിരിക്കേണ്ട മനോഭാവത്തിൽ നിന്നും ഞങ്ങൾ വഴുതിപ്പോയി കർത്താവേ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനോടുകൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു കൊണ്ടാണല്ലോ. എന്നാൽ ദൈവ സാന്നിധ്യം പലപ്പോഴും നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല എന്നുള്ളത് ഒരു ദഗ്ധ സത്യമാണ്. കാരണം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാം പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നാം തന്നെ തീരുമാനിക്കുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മളെ ആരും ഉപദേശിക്കണ്ട, നമുക്കാരും ഒന്നും പറഞ്ഞു തരണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു മനോഭാവമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ എല്ലാവരും ചെയ്യണം, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നത് പോലെ എല്ലാം ചെയ്ത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരുമിച്ച് നിൽക്കാം. അതാണ് പലപ്പോഴും നമ്മുടെ മനോഭാവം. എന്നാൽ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. എവിടെയാണ് യഥാസ്ഥാനപ്പെടുത്തേണ്ടത്? എവിടെയാണ് തെറ്റിപ്പോയത്? നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുവാൻ ദൈവം ഇടയാക്കുന്ന അനേക അവസരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ബാബേൽ ഗോപുരം പണിയുവാനായിട്ട് ജനങ്ങൾ തീരുമാനിച്ചു. അത് ജനങ്ങളുടെ തീരുമാനമാണ്. നമുക്കൊരുമിച്ച് നിൽക്കാം, നമുക്കൊരു പേരുണ്ടാക്കണം. അങ്ങനെ അവർ ബാബേൽ ഗോപുരം പണിയുവാനായിട്ട് തുടങ്ങി. അത് അവരുടെ ഇനിഷ്യേറ്റീവ് എടുത്തത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഇനിഷ്യേറ്റീവിനെ ദൈവം അംഗീകരിച്ചില്ല. അവിടെ ഭാഷ കലങ്ങുന്നതായിട്ട് കാണുന്നു. ഗോപുരം പണിയുവാനോ കഴിഞ്ഞില്ല. ആളുകൾ മെനക്കെട്ടത് മാത്രം മിച്ചം. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിവിധ ഭാഷക്കാരായ ജനങ്ങൾ ഒത്തൊരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് തമ്മിൽ ഭാഷ അറിയത്തില്ല, പരസ്പരം ആളുകളെ അറിയത്തില്ല. എന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ആളുകളെ നയിച്ചപ്പോൾ അന്യോന്യം എല്ലാവരും ഓരോരുത്തരും
തങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കുവാൻ ഇടയായി. അവിടെ ആശയവിനിമയത്തിൽ ഒരു ഭംഗവും നേരിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും നയിക്കുമ്പോൾ എല്ലാവരും തങ്ങളുടെ ഇഷ്ടമല്ല മറ്റുള്ളവരുടെ ഇഷ്ടവും കൂടെ ശ്രദ്ധിക്കുന്നു. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠം എണ്ണുവാൻ പുതിയ നിയമവും നമ്മളെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ അവനവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഓരോരുത്തരും അതിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് എല്ലാവരും പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ചതും അതുതന്നെയാണല്ലോ. ദൈവമേ, പിതാവിനോട് പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങളുടെ ഇഷ്ടം ചെയ്യുവാനല്ല, നിൻ്റെ ഇഷ്ടം. അവിടെയാണ് നമ്മൾ യഥാസ്ഥാനപ്പെടുന്നത്. എവിടെ? നാം ദൈവമക്കളാണ് എന്നുള്ള ആ തിരിച്ചറിവ്. നമ്മുടെ പിതാവിനോട് നാം പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഈ ഭൂമിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഇടത്തും ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലയിലും ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിലും നിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുവാൻ സഹായിക്കണമേ. വീണ്ടും ഓർപ്പിക്കുന്നു, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കണം. ഞങ്ങൾ നിന്നെ നോക്കുമ്പോൾ ദൈവമേ, നിൻ്റെ പ്രകാശമുള്ള മുഖം കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ തിരുമുഖം കാണുവാൻ നമ്മുടെ കണ്ണുകളെ, ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ചു തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലെ അസമാധാനം, നമ്മുടെ സമൂഹങ്ങളിലെ അസമാധാനം, പ്രശ്നങ്ങൾ തമ്മിൽ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനുമുള്ള കഴിവില്ലായ്മ, ഇവിടെയൊക്കെയും ദൈവമേ, ഞങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഐകമത്യത്തോടെ, സ്നേഹത്തോടെ തമ്മിൽ പ്രവർത്തിക്കുവാനും സഹകരിക്കുവാനും മുൻപോട്ട് പോകുവാനും ദൈവ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം ജീവിക്കുവാനും ദൈവം ഇടയാക്കേണ്ടതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനായി നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.